നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് മനുഷ്യരിൽ രത്നങ്ങളുടെ സ്വാധീനം എന്ന വിഷയത്തിലാണ്. നമുക്ക് രത്നധാരണവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി സംശയങ്ങളുണ്ട്. അതായത് രത്നം ധരിക്കേണ്ടത് ജ്യോതിഷപ്രകാരമാണോ, അല്ലെങ്കിൽ സംഖ്യാ ജ്യോതിഷപ്രകാരമാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാണോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇന്നത്തെ ഗൃഹപാഠത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്ത ജെമോളജിസ്റ്റും ആസ്ട്രോളജറുമായ ഡോക്ടർ ബാബുരാജ് പാമ്പൂർ. നമുക്ക് അദ്ദേഹത്തെ ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. സർ, രത്നങ്ങൾ ഇപ്പം യൗവനം നിലനിർത്തുന്നതിന് രത്നങ്ങൾ സഹായിക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? പുരാതന കാലത്ത് തന്നെ ഗ്രഹങ്ങളുടെ സ്വാധീനം വെച്ച് തന്നെ യൗവനം നിലനിർത്തിയിരുന്നു. അത് ഒരുപക്ഷെ ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ 3 വർഷങ്ങൾക്ക് മുന്നേ തന്നെ കായകൽപ്പം എന്നൊരു ചികിത്സാ രീതി രണ്ടാമത് ഇവിടെ കൊണ്ടുവരികയുണ്ടായി. അതൊരു 90 ദിവസത്തോളം ഭൂമിക്കടിയിൽ മുനിയറ എന്ന് പറഞ്ഞൊരു അറയിൽ താമസിപ്പിക്കുകയും പിന്നീട് 90 ദിവസം മടുക്കും തോറും ചെറിയൊരു സുഷിരത്തിൽ കൂടെ സൂര്യപ്രകാശം ശരീരത്തിൽ കടത്തി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു 70-80 വയസ്സായ ആൾ രണ്ടാമത് സ്കിൻ, അതുപോലെ തന്നെ പല്ലുകൾ, മുടി ഇതെല്ലാം പോയി പുതിയൊരു ബർത്ത് ഉണ്ടായിരുന്നു. അതാണ് ഇന്നിപ്പോൾ പുരാവസ്തു ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ നമ്മൾ നോക്കുമ്പോൾ മുനിയറകൾ കിട്ടിയിരുന്നത്. അത് സൂര്യൻ്റെ ഒരു സ്വാധീനം പ്രത്യേക ഫോക്കസിൽ ശരീരത്തിൽ കടത്തി വിടുന്ന ഒരു ശൈലിയാണ് കായകൽപ്പം എന്ന് പറഞ്ഞ ചികിത്സ. ഈ ജമോളജിയിൽ ചെയ്യുന്നതും ഇത് തന്നെയാണ് ആക്ച്വലി. കാരണം സൂര്യൻ്റെ രത്നമായ റൂബി അല്ലെങ്കിൽ മാണിക്യം എന്നുള്ള റൂബിയെ നമ്മുടെ ശരീരത്തിൽ പ്രത്യേക തരത്തിൽ സ്വാധീനം ചെയ്യുന്നുണ്ട്. പണ്ട് രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ പെർഫോമിക് ആർട്സ് ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നല്ല അവതാരികളൊക്കെ വലിയ വലിയ ആഭരണങ്ങളും അതുപോലെ ഗൺ മെറ്റല് അതുപോലെ രത്നങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. ശരിക്കും നമുക്ക് ഇതിലേക്ക് വരാം. ഒരു കോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഇത് കൊല്ലത്തുനിന്ന് അൽകുമാറാണ് വിളിക്കുന്നത്. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. നമസ്കാരം, പറയൂ. സാറേ, അതെ, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 1870 ആണ്. എന്റെ നാള് ഉത്തിരട്ടാതിയാണ്. ഏത് നക്ഷത്ര കല്ലാണ് ധരിക്കേണ്ടുന്നത്? ഓക്കെ, നിങ്ങൾ എന്താ വർക്ക് ചെയ്യുന്ന? എന്താ ജോലി? ഒരു കൊച്ചൊരു ബിസിനസ്സാ ചെയ്യുന്നത്. ബിസിനസ്. ഉത്രട്ടാതി രേവതി മീനക്കൂർ ഇതിനൊക്കെ കണ്ടകശിനി ഇപ്പൊ കഴിഞ്ഞിരിക്കണോ? പൊതുവെ നല്ല സമയമാണ്. ഇപ്പൊ പൊതുവെ നല്ല സമയമാണ്. യെല്ലോ സഫയർ കുറച്ചും കൂടി ബിസിനസിനെ സപ്പോർട്ട് ചെയ്യും. കാരണം ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ മാൻ പവറും കുറെ കൂടി ഇമ്പ്രൂവ് ചെയ്യാനും യെല്ലോ സഫയർ 3.5 കാരറ്റ് ഇൻഡെക്സ് ഫിംഗറിൽ ചൂണ്ടുവരല് ധരിക്കാം. ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി. അപ്പൊ ഈ അവതാരികമാരൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇത് ഒരു പക്ഷെ നമ്മളുടെ നാട്ടിലേക്ക് ഇപ്പോഴും ഈ ട്രെൻഡ് വന്നത് ചാനലുകളുടെ അതിപ്രസരം കൊണ്ടാണ്. പക്ഷെ അത് അന്ന് അവരുപയോഗിക്കുമ്പോഴും ഇതുപോലെ ഗോത്രവർഗക്കാരൊക്കെ ഉപയോഗിക്കുമ്പോഴൊക്കെ അതിന് കുറേ തരം ശാസ്ത്രീയത അതിൽ ഒളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സൗന്ദര്യത്തെ ഒരു പരിധിയല്ല, നന്നായിട്ട് അത് സൂം ചെയ്യാം. കാരണം മഴവില്ലിന്റെ 7 കളറുകൾ കൊണ്ടാണ് നമ്മുടെ ശരീരം വലയം ചെയ്യപ്പെട്ടേക്കണത്. 105 മൂലകങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയേക്കണത്. 660ഓളം കർമ്മങ്ങൾ നമ്മുടെ കരൾ ചെയ്യണത്. അപ്പോൾ പൊള്യൂട്ടഡ് ആയിട്ടുള്ള ഈ അന്തരീക്ഷത്തിൽ നമ്മുടെ ശരീരത്തിന് ഈ കളറുകൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എന്താ പറയുക സമ്പുഷ്ടമായ ഈ കളറുകളെല്ലാം ഈക്വലൈസ് ചെയ്യുമ്പോൾ നിത്യയൗവനം തന്നെയാണ്. കാരണം അത് വളരെയധികം എഫക്റ്റീവാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റികളുള്ള രത്നമായിരിക്കണം. ഏത് എനർജിയാണ് ഇദ്ദേഹത്തിന് കുറവെന്നുള്ളത് കണ്ടുപിടിക്കണം. ആ എനർജിക്ക് അനുസരിച്ച് ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെയധികം എനർജറ്റിക് ആയിരിക്കും. അത് 100% ഗ്യാരണ്ടി തന്നെയാണ്. എനർജറ്റിക് ആവുമ്പോൾ തന്നെ തീർച്ചയായിട്ടും. കാരണം അതിലുപരി നമ്മള് മനസ്സാണ് ഏജ്ഡ് ആവുന്നത് ശരീരത്തിൽ കൂടുതൽ ഇപ്പോ. കാരണം നമ്മൾ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ പറഞ്ഞാൽ ഹവാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നിർബന്ധന പ്രകാരം ഐ ആം ഫൈൻ എന്ന് പറയും. എന്ത് ഫൈൻ? അതല്ല. അപ്പൊ കുറച്ചും കൂടി വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഇത് കിട്ടും. അദ്ദേഹത്തിന് എപ്പോഴും എനർജറ്റിക് ആവാൻ പറ്റും. പണ്ട് കൃഷി ഉണ്ടായിരുന്നു, അതുപോലെ കുറെ. നമുക്ക് ഇതിലേക്ക് വരാം. വീണ്ടും ഒരു കോൾ ഹോൾഡ് ചെയ്യുന്നു. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് സനു എന്നാണ്. സാറിനോട് സംസാരിച്ചോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 10/11/1980. നാളെന്താ? തൃക്കേട്ട. രാവണന്റെ നാളാണ്. എന്താ അതില് എന്തിനാണ് രത്നം വേണ്ട? എന്ത് പർപ്പസിനാണ്? നമ്മുടെ ബിസിനസിന്റെ ഡെവലപ്മെന്റ്, ബാക്കിയുള്ള സാമ്പത്തികം.
ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ തൃക്കേട്ട നക്ഷത്രം. ഇപ്പൊ ശുക്രദശയല്ലേ? എനിക്ക് ശുക്രൻ എന്ന് വെച്ചാൽ ബെസ്റ്റ് ആണോ അതെയോ എങ്ങനെയത്? നല്ല ഇപ്പൊ എത്ര 30 ദിവസോ? 32 ശുക്രദശയാണ് തൃക്കേട്ടയ്ക്ക് വരിക ഇപ്പൊ. അപ്പൊ പൊതുവെ നല്ല സമയം. ശുക്രൻ എന്ന് വെച്ചാൽ ബെസ്റ്റ് ആണോ അതെയോ ബാഡ് എങ്ങനെയത്? സോറി, ശുക്രൻ എന്ന് വെച്ചാൽ എന്താണ്? നല്ലതാണ്. ബേസിക്കലി നല്ല സമയമാണ്. അപ്പൊ അതിൽ നമുക്ക് ബിസിനസ്സിൽ എന്താ ഫോൾട്ട് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പരാജയമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് ബെസ്റ്റ് ആണോ അത്രേ ഉള്ളൂ. ഇല്ല. അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഫോക്കസിങ് ഇല്ലെങ്കിൽ നവരത്നം അല്ലേ, യെല്ലോ നവരത്നം നല്ലൊരു എണ്ണം മേടിച്ച് യൂസ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക് അത് ഈക്വലൈസ് ചെയ്യും. പ്രത്യേകിച്ച് ഒരു പർപ്പസ് ഇല്ലെങ്കിൽ ഒറ്റ സ്റ്റോൺ ആയിട്ട് ധരിക്കണ്ട. നവരത്നം ബെറ്റർ ആയിട്ട് യൂസ് ചെയ്തോളൂ. ഓക്കെ, താങ്ക്സ്. ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി. നമ്മള് യവനത്തിന്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഇത് എനർജറ്റിക് കൂടും തോറും അദ്ദേഹത്തിന് ആക്ടിവിറ്റീസുകൾ കൂടുന്നു. അദ്ദേഹം കൂടുതൽ ഈ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നല്ലൊരു കലാകാരൻ അല്ലെങ്കിൽ ഒരു സംഗീതജ്ഞൻ ക്രൈം ചെയ്തിട്ടില്ല. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ചാറ്റിങ്ങോ അല്ലെങ്കിൽ വീഡിയോ ഗെയിമോ ഒന്നും ഉണ്ടായിരുന്നില്ലേ. മ്യൂസിക്, അക്ഷരശ്ലോക സദസ്, അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ മൈൻഡ് വികസിക്കുക ചെയ്യണത്. അപ്പോൾ കലയോട് സ്നേഹം കൂടും, അല്ലെങ്കിൽ സംഗീതം ആസ്വദിക്കുക, ക്രൈമിനോടുള്ള ചിന്തകൾ ഇല്ലാതിരിക്കുക, വളരെയധികം ജീവിതം വളരെ ഇതായിട്ട് പോകും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭൗതികമായ സൗന്ദര്യത്തിലുപരി മാനസികമായ സൗന്ദര്യം കൂടും. അതിന് നമുക്ക് ഇപ്പോൾ ചൊവ്വ എന്നുള്ള രത്നം അല്ലെ, ചൊവ്വ എന്നുള്ള ഗ്രഹത്തിന്റെ സ്വാധീനം വളരെയധികം കുറഞ്ഞാൽ ഭീതി ഉണ്ടാവും. ലൈഫ് ലോങ് ഭീതി ഉണ്ടാവും. ഇപ്പൊ ഒരു സോൾജർ ആണെങ്കിൽ തന്നെ എന്താണെങ്കിൽ തന്നെ ഒരാളുടെ സപ്പോർട്ട് ഇല്ലാതെ അദ്ദേഹം മുന്നോട്ട് നീങ്ങില്ല. അത് കൂടിക്കഴിഞ്ഞാലും അദ്ദേഹം ഭയങ്കര വയലന്റ് ആയിരിക്കും. അത് തന്നെ കുട്ടികളിൽ ചൊവ്വയുടെ സ്വാധീനം വളരെയധികം കുറയുന്ന സമയങ്ങളിൽ കുട്ടികൾ വളരെ ഭീതിയായിരിക്കും. അതോടൊപ്പം എപ്പോഴും അമ്മയും പെങ്ങന്മാരൊക്കെ കൊണ്ട് നടന്ന് ഇദ്ദേഹം കുറച്ചും കൂടി ഏജ് 10-20 വയസ്സ് ഷൈ ആയി മാറും. ഷൈ ആയിരിക്കും. അത് തീരെ കുറയും തോറും ഈ ചൊവ്വയുടെ സ്വാധീനം വളരെയധികം കൂടുക ചെയ്യുമ്പോൾ എന്താ കഴിഞ്ഞാൽ ഹൈപ്പർ ആക്ടിവിറ്റീസ്, ഒരേ സമയം തന്നെ കുറെ ചിന്തകൾ ഒരുമിച്ച് വരിക, ഒന്നും അയാൾക്ക് ചെയ്യാൻ പറ്റാതെ വരിക. അതുപോലെ തന്നെ ഈ നശീകരണം, എന്ത് നല്ല വസ്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ അന്വേഷണാത്മക ബുദ്ധിയാണെന്ന് ചിലപ്പോൾ പറയാം, പക്ഷെ എല്ലാം നശിപ്പിക്കുക, അങ്ങനെ ചെയ്യുക. അപ്പൊ ഒരു ഗ്രഹത്തിന്റെ സ്വാധീനമാണ് ഇതിൽ പ്രധാനം. ചൊവ്വ എന്ന് പറഞ്ഞാൽ വളരെ സ്വാധീനം നമ്മുടെ മനുഷ്യ ശരീരത്തിലുണ്ട്. ഇപ്പൊ നമ്മൾ ജനിച്ച കൂറിന്റെ ഇതിലേക്ക് ചൊവ്വ വരുന്ന സമയങ്ങൾ നമ്മുടെ ശരീരത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും ബ്ലഡിൽ ഇൻഫെക്ഷൻ വരുന്നുണ്ട്. അപ്പൊ ശാസ്ത്രീയമായിട്ട് ഇതൊക്കെ കുറെ റിസർച്ച് വേൾഡ് വൈഡ് ആയിട്ട് റിസർച്ച് നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ ചൊവ്വയുടെ രത്നമായ ചെമ്പവിഴാണ് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത്. ചെമ്പവിഴത്തിൽ റോസ് കളറുണ്ട്, റെഡ് കളറുണ്ട്, വൈറ്റ് കളറുണ്ട്, നമ്മൾ കാണാത്ത കുറെ കളറുകളുണ്ട്. ഓരോ കളറും ടീത്തിന്റെ കളറൊക്കെ ആണെങ്കിൽ വളരെയധികം കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. റെഡ് കളർ ഒരു 3.5 കാരറ്റ് എബവ് 5 കാരറ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സ്കിന്നിന്റെ ടോൺ തന്നെ നമുക്ക് ചേഞ്ചസ് വരാം. അതുപോലെ ഈ മുത്ത് കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാതെ എന്താ പറയുക, നോക്കാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ശരീരം തണുപ്പിക്കുന്ന ഒരു കല്ല. അപ്പൊ ഇത് കുറെ ശാസ്ത്രീയത നമ്മളുടെ പുറലോകം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതിനെല്ലാത്തിനും 100% ശാസ്ത്രീയതയുണ്ട്. ഓക്കെ സാർ, നമുക്കൊരു ഇടവേളയ്ക്ക് സമയമായി. ഗൃഹപാഠം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്.